ഒരു പാത്രത്തിൽ അത് പോട്ട് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് ധാരാളം ഷൂട്ടുകളൊക്കെ വന്നപ്പം ഈ കാണുന്ന ചെറിയ ചട്ടിയിലേക്കും കൂടെ മാറ്റി നട്ടു. ഇപ്പോൾ 2 ചട്ടിയിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് റീപോട്ട് ചെയ്യാം. അത്യാവശ്യം വലിയൊരു ചട്ടിയിലേക്ക് നമുക്ക് റീപോട്ട് ചെയ്ത് സെറ്റാക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫുകളാണ് ഇതിൻ്റെ ഭംഗി. മാത്രമല്ല അധികം സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോട്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റാണ് കേട്ടോ. അധികം വെള്ളത്തിൻ്റെയോ വളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലാത്ത ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റ് നമുക്ക് റീപോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റീപോട്ട് ചെയ്യാൻ ഈ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്ന ഉണങ്ങിയ കരികിലയാണ്. പിന്നെ നമ്മൾ വളമായിട്ട് എടുത്തേക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് മണ്ണ് ആ ഒരു പോട്ടിൽ നട്ടിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ആ ചെടിച്ചട്ടിയിലുള്ളത്, അത് മാത്രം മതിയാവുമേ. അപ്പം നമുക്ക് പോട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് കരികില നിറച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ കരികില ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ 1/4 ഭാഗത്തോളം ഇതാ ഉണങ്ങിയ കരികില നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പുതിയ ഗ്രോ ടിപ്പൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തിയിൽ തന്നെ ഇത് വളർന്നോളും. ഇതിനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് നനച്ച് കൊടുത്തിട്ട് അധികം വെയിലടിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിലൊന്ന് നനച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെടി തണലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നല്ല ഭംഗിയുള്ള ഇൻഡോറായിട്ടും വളർത്താവുന്ന ഈ ഒരു ലിഫ്റ്റിക് പ്ലാന്റ് എല്ലാവരും ഒന്ന് നട്ട് പരിപാലിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണേ. അപ്പം എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും